എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ തമിഴ്നാട്ടിൽ നടന്ന അതിദാരുണമായ നമ്മുടെ ഋതന്യ എന്ന് പറയുന്ന സഹോദരിയുടെ ആത്മഹത്യയെക്കുറിച്ച് നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവും. ശരിക്കും പറയുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ രാജ്യം എത്ര പുരോഗതി പ്രാപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരിക്കും ഇന്നും സ്ത്രീധനത്തിൻ്റെ പേരിൽ ക്രൂരമായ പീഡനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്തല്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ ഇനിയെങ്കിലും ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു തട ഇട്ടേ മതിയാവൂ. പക്ഷേ എവിടുന്നാ? ആദ്യം അതിന് ചിന്തിക്കേണ്ടത്, തീരുമാനം എടുക്കേണ്ടത് വിവാഹം കഴിക്കുന്ന പയ്യനാണ്. എന്തായാലും വിവാഹത്തിന് സ്ത്രീധനം മേടിച്ചിട്ടുള്ളൊരു പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കില്ല, എനിക്ക് സ്ത്രീധനം മേടിച്ചിട്ട് ലൈഫ് വേണ്ട എന്ന് ചിന്തിക്കണം ആൺകുട്ടികൾ. പിന്നെ രണ്ടാമത്തെ കാര്യം പെൺവീട്ടുകാർ ചിന്തിക്കണം. എൻ്റെ മകളെ വിവാഹം കഴിച്ചയക്കുമ്പോൾ 10ൻ്റെ പൈസ പോലും ഇല്ലാത്ത പൈസ കൊടുത്ത് കടമൊക്കെ മേടിച്ചിട്ട് സ്വർണ്ണമൊക്കെ കൊടുത്ത് കെട്ടിച്ച് വിടുന്നില്ല എന്നുള്ളൊരു തീരുമാനമെടുക്കാനുള്ള ധൈര്യം പെൺവീട്ടുകാർക്കും ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും മരണപ്പെട്ട ഋതന്യ എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞു അനിയത്തിക്ക് ആത്മാവിന് നിത്യശാന്തി നേരാൻ മാത്രമേ ഈ ഒരു അവസരത്തിൽ സാധിക്കുകയുള്ളൂ. ഇനിയും ഇതുപോലെയുള്ള ആത്മഹത്യകളും കൊലപാതകങ്ങളും ഒക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ സർക്കാർ ഇനിയെങ്കിലും ഊർജിതമായിട്ട് എടുക്കണം എന്നൊരു അപേക്ഷ കൂടിയുണ്ട്. ഇത്രയേ ഉള്ളൂ.